എനിക്ക് ഇഷ്ടപ്പെട്ട സാരിയൊക്കെ സെലക്ട് ചെയ്ത് നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തു വെച്ചോളൂ. പേഴ്സണലി എനിക്ക് തോന്നുന്നത് ദിസ് ലുക്ക് ഫാബുലസ് ഓൺ യു. മേമ, സത്യമായിട്ടും എനിക്കിതൊന്നും അറിയില്ല. നിങ്ങളെ സ്നേഹത്തോടെ ഏത് സെലക്ട് ചെയ്യുന്നോ ആ സാരി ഞാൻ ഉടുത്തോളാം. സാദര മേമ പറഞ്ഞതുപോലെ നിങ്ങളുടെ സെലക്ഷൻ സൂപ്പർ ആയിരിക്കും. എൻഗേജ്മെന്റിനും നിങ്ങളല്ലേ ഡ്രസ്സ് സെലക്ട് ചെയ്തേ. നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. സീതേ, ചേച്ചിയുടെ സെലക്ഷൻ സൂപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞ് സെലക്ഷൻ ചേച്ചി ഏൽപ്പിച്ച എങ്ങനെയാ? നീ ഒന്ന് സെലക്ട് ചെയ്ത് നോക്ക്. മേമ, നിങ്ങൾ ഏതെങ്കിലും ഒരു സാരി സെലക്ട് ചെയ്യാ. നിങ്ങളും ഏതെങ്കിലും ഒരു സാരി സെലക്ട് ചെയ്യേ പ്ലീസ്. ഇതെന്താ സീത, കല്യാണ സാരി ഇത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെയാ? നിനക്ക് ഇഷ്ടാവുന്ന പോലെ നിന്റെ ചോയ്സസ് നോക്കി ഒരു സാരി ഡിസൈൻ ചെയ്യാന്ന് വെച്ചപ്പോ നീ ഇത്ര ഈസിയായി ചോയ്സസ് ഒക്കെ എന്നെ ഏൽപ്പിച്ചാൽ എങ്ങനെയാ? അപ്പു, നീയെങ്കിലും ഒന്ന് പറ. മേമ പ്ലീസ്, ദിസ് ലെഫ്റ്റ് യു ഗൈസ്. അമ്മയും മോളും കൂടെ നല്ലത് ഏതാന്ന് വെച്ചാൽ തീരുമാനിച്ചോ. ദിസ് ഇസ് ടൂ മച്ച് അപ്പു. മേമ. രമ, നിങ്ങൾ എന്തായാലും ചേട്ടന്റെയും ചേച്ചിയുടെയും കല്യാണ ദിവസം തന്നെയാണ് കല്യാണം കഴിക്കുന്നത്. അപ്പൊ സീതയ്ക്ക് വാണി ചേച്ചിയുടെ സാരി കൊടുത്താൽ നന്നാവില്ലേ? കല്യാണം അപ്പൊ ഒന്ന് സ്പെഷ്യലായി മാറും. വാണി ചേച്ചിയുടെ സാരിയേക്കാൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വേറൊരു സാരിയെ കുറിച്ച് ആലോചിക്കണോ? എൻഗേജ്മെന്റിന് കണ്ടതല്ലേ, വാണി ചേച്ചിയുടെ സാരി കൊടുത്തപ്പോ സീത ശരിക്കും വാണി ചേച്ചിയെ പോലെ തന്നെ ഉണ്ടായിരുന്നു. സ്റ്റേഡിയത്തിന്റെ പുറത്തേക്ക് എങ്ങനെയാണ് സിക്സ് അടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡാഡ്, ഞാൻ പോയത് കരാട്ടേക്കാ. കരാട്ടയിലും സിക്സ് അടിക്കാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, സാരി സെലക്ഷൻ മാച്ച് നടന്നുകൊണ്ടിരിക്കുക. ചാമ്പ്, ഇത് എന്റെ ഐപാഡാ. നീ എന്തിനാ എടുത്തത്? അഞ്ജു, എങ്ങോട്ടെങ്കിലും പോവാണോ? ആ ചേച്ചി, കറുകപ്പുല്ലിന്റെ എണ്ണ വേണമായിരുന്നു, അത് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. ഞാൻ പോയിട്ട് വരാം. കറുകപ്പുല്ലോ? ആ അമ്മേ, അത് വളരെ നല്ലതാ. എന്റെ പേഷ്യന്റ് ഒരാളെ ചോദിച്ചതാ. ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. നീ ബുദ്ധിമുട്ടണ്ട. ഏതെണ്ണയാ? ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ ഞാൻ. ചേട്ടാ, അത് ഓൺലൈനിൽ കിട്ടില്ല. ആയുർവേദ കടയിൽ മാത്രമേ കിട്ടുള്ളൂ. ഞാൻ പോയി കൊണ്ടുവരാം, നീ എങ്ങോട്ടും പോണ്ട. അപ്പൊ നീ ആരാ? ഞാന് രജനികാന്ത്. അയ്യോ അഞ്ജു, പോട്ടെ വിട്. അതിന് നീ ഇനി വിഷമിക്കണ്ട. നിനക്ക് നടത്തം കുറഞ്ഞു കിട്ടിയില്ലേ? ഇന്ന് ഒഴിവല്ലേ, സമാധാനമായിട്ട് റെസ്റ്റ് എടുത്തോ. അഞ്ജു, ടിവിയിലെ രജനീകാന്തിന്റെ സിനിമ വരുന്നുണ്ട്. രജനീകാന്ത്, നിനക്ക് രജനീകാന്തിനെ ഇഷ്ടമല്ലേ അഞ്ജു? അമ്മേ, എനിക്ക് സിനിമയൊന്നും കണ്ട് ശീലമില്ല. നിങ്ങൾ കണ്ടോളൂ, ഞാൻ ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് വരാം. സുബി, വാഷിംഗ് മെഷീൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിന്റെ അകത്ത് ഡ്രസ് ഇട്ട് കൊടുത്താ അതായിട്ട് തന്നെ വാഷ് ചെയ്തോളൂ. ചെയ്തു നോക്ക്. വേണ്ട ചേച്ചി, ഞാൻ ആശ്രമത്തിൽ പഠിച്ചപ്പോ തൊട്ടേ എന്റെ ഡ്രസ്സുകൾ കൈകൊണ്ട് അലക്കി എനിക്ക് ശീലമായി. വാഷിംഗ് മെഷീനിൽ വെള്ളം കൂടുതൽ ആവശ്യം വരും. ഞാൻ ഒറ്റയ്ക്ക് അലക്കിക്കോളാം. ഇപ്പൊ നീ ഇവിടെ ഒറ്റയ്ക്ക, അലക്കിക്കോളും. നിന്റെ കല്യാണം കഴിഞ്ഞാൽ നിന്റെ കെട്ടിയവന്റെയും കുട്ടികളുടെയും ഒക്കെ ഡ്രസ്സ് നീ തന്നെ കഴുകേണ്ടി വരും. അപ്പോഴും നീ ഇതുപോലെ ഇങ്ങനെ കയ്യിലിട്ട് അലക്കോ? വാഷിംഗ് മെഷീൻ യൂസ് ചെയ്തല്ലേ പറ്റൂ. ഇപ്പൊ തന്നെ നീ ഇതങ്ങ് തുടങ്ങിക്കോ. പാപ്പച്ചേ, നീ പറഞ്ഞ എണ്ണയൊക്കെ ഒരു കാരണമല്ലേ? നിനക്ക് അവൻ എങ്ങനെയെങ്കിലും മീറ്റ് ചെയ്യണം. അവൻ നിന്നെ കാണാൻ വേണ്ടി ഈ വീടിന്റെ അടുത്ത് എവിടെയോ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ എണ്ണയെ കൊണ്ട് വരാന്നുള്ള കാരണവും പറഞ്ഞ് നീ അവനെ കാണാൻ വേണ്ടി പോകുന്നതാ. കറക്റ്റ് അല്ലേ? ചേട്ടാ, മിണ്ടരുത് പാപ്പച്ചി.
നിനക്ക് ശരിക്കും കള്ളം പോലും പറയാൻ അറിയില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അശോക്, നീ വെറുതെ ഇരുന്നേ പ്രിയ. അവളായിട്ട് വന്ന് പറയുന്ന കരുതി ഞാൻ കാത്തിരുന്നതാ. പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കത് അറിയണം, അറിഞ്ഞോളാം. നടക്ക്, അവൻ എവിടെയാണെങ്കിലും കാണിക്കേ. ചേട്ടാ, അശോക്, ഒരല്പം പോലും പേഷ്യൻസ് ഇല്ലേ നിനക്ക്? അടങ്ങിയിരിക്കും പ്രിയ, അവൻ ചെയ്യുന്നത് കറക്റ്റ് കാര്യങ്ങളാ. പോയി അന്വേഷിച്ചിട്ട് വരട്ടെ ആ ചെറുക്കൻ ഏതാ എന്താന്നൊക്കെ. ഒന്ന് മിണ്ടാതിരിക്കാവോ അമ്മയ്ക്ക്? എന്റെ വായ അടപ്പിക്കണ്ട പ്രിയ. നല്ല ബുദ്ധിയുള്ള കുട്ടിയല്ലേ ഇവള്, എന്നിട്ട് അവനെയാ കണ്ടത് പ്രേമിക്കാൻ. അല്ല, അവനെ കണ്ടാലേ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന ആളെ പോലെ ഉണ്ട്, പേടിയാകും. അമ്മ അവനെ കണ്ടായിരുന്നോ? ഇത്രയും നല്ല കുട്ടികളൊക്കെ അങ്ങനെയുള്ളവരല്ലേ സ്നേഹിക്കൂ. അവരെ പോലെ എല്ലാവരും നല്ലവരാണെന്ന് കരുതും. നമ്മളൊക്കെ കാണുന്നല്ലേ ടിവിയില്. ചാം, സാരമില്ല, അവള് തിരിച്ചു തന്നോളും. നീ വേറെ എന്തെങ്കിലും എടുത്തോ. എന്നാ എന്റെ മൊബൈൽ വേണ്ട, ഇത് എന്റെ ഐപാഡാ, ഞാനിത് ആർക്കും കൊടുക്കില്ല. ആനി മോനെ, ഇറ്റ്സ് ഓക്കെ, വാ ഇവിടെ. ഷെയറിങ് ഈസ് കെയറിങ് എന്നല്ലേ അവൾ ഇപ്പോഴും അതെടുത്ത് കളിക്കാൻ തുടങ്ങിയത്. രണ്ടുപേരും ഒരുമിച്ച് കളിച്ചോ. അവളും ഈ വീട്ടിലെ, നാളെ നിന്റെ കൂടെ കളിക്കാൻ അവളും ഉണ്ടാവും. അഡ്ജസ്റ്റ് ചെയ്യണ്ടേ മോനെ? ഇല്ല, ഞാൻ അവളുടെ കൂടെ കളിക്കില്ല. സാധന മേമേ, മേമയ്ക്ക് അറിയില്ലേ എന്റെ സാധനങ്ങളൊന്നും ആർക്കും കൊടുക്കരുതെന്ന്? ഐ ഹേറ്റ് യു. അനി, എന്താ നീ കാണിക്കുന്നത്? വലിയവരോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? പിന്നെ അവൾ എന്റെ ഐപാഡ് എടുത്ത് കളിച്ചിട്ടല്ലേ? സോ ബാഡ്. എടുത്താൽ എന്താടാ കുഴപ്പം? ദാ നോക്ക്, ദേഷ്യം പിടിപ്പിക്കല്ലേ. ഇപ്പൊ തന്നെ സാധന മേമോടും സിഹിയോടും നീ ചെന്ന് സോറി പറഞ്ഞേ പറ്റൂ. ഇനിയില്ലാന്ന് പറഞ്ഞാലുണ്ടല്ലോ, പറയടാ സോറി. ഇല്ല, ഞാൻ ആരോടും സോറി പറയില്ല. ഏയ് അനി, ചാം, അനി, എടാ അനി, 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 ഞാൻ നിന്നോട് സംസാരിക്കുന്നത്. നീ എങ്ങോട്ടേ പോകുന്നേ? ഇങ്ങോട്ട് വാ, വിളിച്ച ഇങ്ങോട്ട് വന്നൂടെ നിനക്ക്? മേമ പ്ലീസ് പ്ലീസ്, മേമ ഇറ്റ്സ് ഓക്കെ. കുഞ്ഞല്ലേ അവൻ, വഴക്ക് പറയണ്ട. സീമോളെ, നീ വിഷമിക്കണ്ട കേട്ടോ. ഞാൻ നിനക്ക് പുതിയ ഐപാഡ് വാങ്ങിത്തരാം. ഇറ്റ്സ് ഓക്കേ ഫ്രണ്ട്, എനിക്കൊന്നും വേണ്ട. ചോട്ട ചാം, സോറി. സീത, എന്റെ അനികത്തിന്റെ വാശിക്ക് മുമ്പിൽ ഒന്നും നടക്കില്ല മോളെ. അവന് പകരം ഞാൻ സോറി ചോദിക്കാം. അയ്യോ ചെറിയച്ഛ, നിങ്ങൾ എന്തിനാ സോറിയൊക്കെ പറയുന്നേ? കുട്ടികളാകുമ്പോ വാശിയൊക്കെ കാണിക്കില്ലേ? സ്നേഹത്തോടെ പറഞ്ഞു കൊടുത്താ അവർക്കത് മനസ്സിലാവും. ഇനി കുറച്ചു ദിവസം അവർക്കത് മനസ്സിലാവും. അതൊക്കെ വിട്ടേക്ക്. സീത, അവനങ്ങനെ പെരുമാറിയതിന് ഞാനും സോറി ചോദിക്കാണ്. സിഹുക്കുട്ട, നിനക്ക് വിഷമായില്ലല്ലോ? സോറി കേട്ടോ. അപ്പു, നീ രണ്ടുപേരെയും ഡ്രോപ്പ് ചെയ്തിട്ട് വാ. ഓക്കെ മേമ. സീത, ഇനി ഒരു ദിവസം നമുക്ക് ഷോപ്പിങ്ങിന് പോണം. ഫ്രീ ആവണം കേട്ടോ. എപ്പോഴാ എന്നാന്നുള്ള കാര്യമൊക്കെ ഞാൻ അപ്പുവിനോട് പറയാം. അവൻ നിന്നെ അറിയിക്കും. എല്ലാവർക്കും ഒരുമിച്ച് പോയി ഷോപ്പ് ചെയ്യാം. ശരി മേമ. സിഹി, എല്ലാരോടും ബൈ പറ. ബൈ. എന്നാ ശരി മേമ. നമുക്ക് പോവാം. എന്നാ ശരി. കുഞ്ഞാപ്പി, എന്നാ ഞങ്ങൾ പോയി വരാൻ ചെറിയച്ച. എത്രയും വേഗം നിങ്ങൾ രണ്ടുപേരും പെർമനന്റ് ആയിട്ട് ഇങ്ങോട്ട് വാ. വരുമല്ലോ അല്ലേ? ഷുവർ ചെറിയച്ച. എവിടെയാ അവനുള്ളത്? പറ. ഇങ്ങോട്ടെല്ലാം മീറ്റ് ചെയ്യാൻ വിളിച്ചത്? അതെ.
അവനല്ല ചേട്ടാ. സോറി. എന്താ ഈ നോയിക്കൊണ്ടിരിക്കുന്നേ? കോൾ ചെയ്ത് അവനോട് വരാൻ പറയും. അയ്യോ, ഇതിപ്പോ എന്തിനാ ഇവൾ എന്നെയാണല്ലോ വിളിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ അനികേതിന്റെ ഐപാഡ് എടുക്കാൻ പാടില്ലായിരുന്നു. ഇത്രയും പ്രശ്നമാവുന്നു ഞാൻ അറിഞ്ഞേയില്ല. ഇറ്റ്സ് ഓക്കെ ചക്കരെ, അനി അങ്ങനെയൊന്നും ബിഹേവ് ചെയ്യാറേ ഇല്ല. പക്ഷെ എന്താ ഇന്ന് അവൻ അങ്ങനെ ചെയ്തെന്ന് എനിക്ക് അറിയേയില്ല. ബട്ട് നെക്സ്റ്റ് ടൈം നീ ഈ വീട്ടിലേക്ക് വരുന്ന ദിവസം നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആയിരിക്കും. പ്രോമിസ്. അതിന് അനികയെ തന്നെ ഫ്രണ്ട് ആക്കോ? അന്ന് വീട്ടിൽ വന്നപ്പോ ഞാൻ തേച്ചു കൊടുത്ത കളർ അവൻ മാച്ചു കളഞ്ഞു. അവന് എന്നെ ഒട്ടും ഇഷ്ടമല്ല. മോളെ, അവനിപ്പോഴും ചെറിയ കുട്ടിയല്ലേ, അവനൊന്നും അറിയില്ല. നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. കുറച്ചു കഴിഞ്ഞാ എല്ലാം ശരിയായിക്കോളും. എന്തുണ്ടായാലും നമ്മൾ ധൈര്യത്തോടെ ഫേസ് ചെയ്യണം. ഓക്കെ? യെസ്, എന്റെ സിഹിമോള് ശരിക്കും വളരെ സ്മാർട്ടാണ് അല്ല ചക്കരെ? വാ. ചേട്ടാ, അവൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഞാൻ വരാത്തോണ്ട് അവൻ പോയി കാണുന്നു തോന്നുന്നു. വാവ്, നിന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിട്ട് അവൻ പോയോ? പാപ്പച്ചി, ഇതൊക്കെ സൂക്ഷ്മത വേണ്ട കാര്യങ്ങളാ. നിനക്കിതൊന്നും മനസ്സിലാവില്ല. അവൻ നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതല്ലേ? അവൻ എന്തായാലും വരും. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തോളാം. അവൻ വന്നാലുടനെ അവൻ ആരാണെന്ന് എന്നെ അറിയിക്കണം. ചേട്ടാ, ചേട്ടാ, ഇവിടെ ഉണ്ട് ഞാൻ. അനി, നീ ഒരു ഗുഡ് ബോയ് അല്ലേ? അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. റാമിന്റെ കല്യാണം കഴിഞ്ഞ സി ഇങ്ങോട്ടല്ലേ വരിക? അപ്പൊ രണ്ടുപേര് സന്തോഷത്തോടെ ഒരുമിച്ച് കളിക്കണ്ടേ? അവൾ ഇവിടെ നിക്കോ? ആ, ബന്ധം വെച്ച അവള് നിന്റെ ആരാണെന്ന് അറിയാവോ? ഏട്ടന്റെ മോള്, അഥവാ നിന്റെയും മോള്. ഷട്ട് അപ്പ്. ഐ ഡോണ്ട് ലൈക്ക് ഹർ. അവൾ ഈ വീട്ടിലേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ നീ അതൊക്കെ വിട്ടേക്ക്. നീ കരാട്ടെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതല്ലേ? ഞാൻ നിനക്ക് പാസ്ത ഉണ്ടാക്കി തരട്ടെ? എനിക്കൊന്നും വേണ്ട. സാൻഡ്വിച്ച് ഉണ്ടാക്കി തരട്ടെ? എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ലേ? പ്ലീസ് അനി, ഒരു ജ്യൂസ് എങ്കിലും. എനിക്ക് വേണ്ട. ഒരു മിൽക്ക് ഷേക്ക് ആയാലോ? ഒന്നും വേണ്ടെന്നല്ലേ പറഞ്ഞേ? ക്ഷീണിച്ചു വന്നതല്ലേ, എന്തെങ്കിലും കുടിക്ക്. വേണ്ട. പ്ലീസ് അനി. വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇവൻ എപ്പോഴും എന്റെ മോനാണെന്ന് പ്രൂവ് ചെയ്യുവാണല്ലോ. ശബാഷ്. എന്ത് ചെയ്യാനാനി, നിന്നെ പോലെ എനിക്കും ഇഷ്ടമല്ല. പക്ഷേ ഇപ്പൊ ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ. എനിക്കെന്തോ പന്തികേട് തോന്നുന്നുണ്ട്. ഇവളോട് വരാൻ പറഞ്ഞിട്ട് അവൻ വരാത്തതെന്താ? കുറച്ചു നേരം കാത്തിരിക്കാം, വന്നാൽ അറിയാമല്ലോ. എന്ത് കഷ്ടോ.
നാശം പിടിക്കാനായിട്ട്, എന്റെ എല്ലാ സന്തോഷങ്ങളും നശിപ്പിക്കാനായിട്ട് ജനിച്ചതവൻ. അവനൊരു പാഠം പഠിപ്പിക്കണം. അശോക്, എന്താ സംഭവിച്ചേ? അവൻ ശരിക്കും നല്ലവനായിരുന്നെങ്കിൽ അവൻ പറഞ്ഞ സ്ഥലത്ത് അവൻ വന്നേനെ. വന്നില്ല. അവൻ എത്ര കഴിവ് കെട്ടവനാണെന്ന് ഇതിന്ന് മനസ്സിലാവും. അവനെ ഒഴിവാക്കിയാൽ ഇവള് രക്ഷപ്പെടുമെന്ന് എവളെ പറഞ്ഞ് മനസ്സിലാക്ക്. പ്രിയ, ഇപ്പൊ കണ്ടില്ലേ, ഞാൻ പറഞ്ഞപ്പോ നീ അത് കേട്ടില്ല. ഇപ്പൊ അവനും അതേ കാര്യമല്ലേ പറയുന്നേ. ഇപ്പോഴെങ്കിലും നിനക്കൊന്ന് ചിന്തിച്ചൂടെ? എരുതിയിൽ വെറുതെ എണ്ണ ഒഴിക്കാൻ നിൽക്കില്ലേമോ ഒന്ന് മനസ്സിലാക്ക്. ഉള്ളത് പറഞ്ഞ ആരും ഒന്നും മനസ്സിലാക്കില്ല. എന്തെങ്കിലും ചെയ്യും. അഞ്ജു, എനിക്കത് മനസ്സിലാവും മോളെ. അശോകന് ഒരല്പം പോലും ക്ഷമയില്ല. അവന്റെ സ്വഭാവമൊക്കെ നിനക്ക് അറിയുന്നതല്ലേ. ദാ നോക്ക്, നിന്റെ കൂടെ ഞാനുണ്ട് മോളെ. പ്ലീസ്, നീ ഇങ്ങനെ ഒറ്റയ്ക്ക് സഫർ ചെയ്യല്ലേ. പ്രണയാവുമ്പോ 100 കൂട്ടം പ്രശ്നങ്ങൾ വന്നോണ്ടേയിരിക്കും. ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന അതൊക്കെ സോൾവ് ആവോ? സൊല്യൂഷൻ ഉണ്ടാവോ? പ്ലീസ്, നീ എന്റെ കൂടെ വാ. ഞാൻ വരുന്നില്ല ചേച്ചി. കുട്ടികളെ പോലെ കളിക്കില്ലേ അഞ്ജു. നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഇല്ലേ. അശോകന് നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. നീ ഒരാളെ സ്നേഹിക്കുന്ന കാര്യം അറിഞ്ഞ് ആ ചെറുക്കൻ ആരാ എന്താണെന്നൊക്കെ അറിയാൻ വല്ലാത്ത ടെൻഷനായിരുന്നു അവന്. അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നേ. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. വാ എന്റെ കൂടെ. ചേച്ചി, ഞാൻ വരുന്നില്ല. എന്റെ കൂടെ വരാൻ. സിഹി, ഹോളിഡേസ് കഴിയാറായപ്പോ നിന്റെ ഹാൻഡ് റൈറ്റിംഗ് കണ്ടോ? കാക്ക കുത്തി ചികഞ്ഞു വെച്ചതുപോലെ ഉണ്ട്. എന്താ ഈ നോക്കിയിരിക്കുന്നേ? ഹാൻഡ് റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്തേ. സീതമ്മ, സ്കൂളിൽ എഴുതാൻ എനിക്ക് കൊറേ ഹോംവർക്ക് തരില്ലേ? ഇപ്പോഴെങ്കിലും എനിക്കൊരു റെസ്റ്റ് താ. അങ്ങനെ കുറെ ഒന്നും എഴുതാൻ നിൽക്കണ്ട, കുറച്ച് എഴുതിയാ മതി. ഇത് എന്റെ ഐപാഡാ. നീ എന്തിനാ എടുത്തത്? അവള് ഈ വീട്ടിലെ നാളെ നിന്റെ കൂടെ കളിക്കാൻ അവളും ഉണ്ടാവും. അഡ്ജസ്റ്റ് ചെയ്യണ്ടേ മോനെ? ഇല്ല, ഞാൻ അവളുടെ കൂടെ കളിക്കില്ല. അനികേത് ഒരിക്കലും എന്നെ ഫ്രണ്ടായിട്ട് കാണില്ലേ. അവനെന്തിനാ ബഹളം വെച്ചേ? ഇവിടെ ആണെങ്കിൽ ശ്രേയസ്, രൂപേഷ്, മണി എല്ലാവരും ഉണ്ട്. ഫ്രണ്ടിന്റെ വീട്ടിൽ പോയാ അവിടെ ആരും ഉണ്ടാവില്ല. അനികേത് എന്റെ കൂടെ കളിക്കാൻ വരുവോ? സീതമ്മ, ഞാൻ കുറച്ചേരം കളിക്കാൻ പൊക്കോട്ടെ. ശരി, ബുക്കൊക്കെ നീറ്റായിട്ട് ബാഗിൽ വെച്ചിട്ട് പോ. അവിടെ വെച്ചിട്ട് പോവല്ലേ. സിഹി, പറഞ്ഞു തീരുമ്പോഴത്തേക്ക് പോയല്ലോ ഇവള്. എന്റെ മോൾക്ക് ഇത്രയും ഉത്തരവാദിത്തമുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അഞ്ജു, ഇനി പറ അഞ്ജു, ആരാ പയ്യൻ? അഞ്ജു, എന്റെ അടുത്തെങ്കിലും ഈ കാര്യം പറഞ്ഞില്ലെങ്കിൽ ഇത് ഒരിക്കലും സോൾവ് ആവാൻ പോകുന്നില്ല. പ്ലീസ് ട്രസ്റ്റ് മീ. രാമെന്ന പേര്. ആദ്യം അദ്ദേഹം എന്റെ പേഷ്യന്റ് ആയിരുന്നു. അവനെവിടെ ജോലി ചെയ്യുന്നേ? അവന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഏട്ടത്തി, നടുവിനും കഴുത്തിനും ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഒരു ജോലിക്കും പോകുന്നില്ല. ഇപ്പൊ അദ്ദേഹം ജോലിയൊക്കെ നോക്കുന്നുണ്ട്.
ജോലി ശരിയാകുന്നതിന് മുമ്പ് ചേട്ടനെ വന്ന് പരിചയപ്പെടുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ചേട്ടനെ വന്ന് കാണാൻ കൂട്ടാക്കുന്നില്ല. ഓക്കെ. ചേച്ചി, അദ്ദേഹത്തിന് ആരുമില്ല ചേച്ചി. അദ്ദേഹം ഒരു അനാഥനാ. ആ, ഫോട്ടോ ഉണ്ടോ നോക്കട്ടെ. ഈ കൊച്ചിനെയാണോ നീ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നേ? ചേച്ചി, ഡീപ്പ് ചേഞ്ച് ചെയ്തതാ. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു സെൽഫി എങ്കിലും എടുത്ത് കാണുമല്ലോ. അതെങ്കിലും ഒന്ന് കാണിക്കേ. എൻ്റെ അടുത്തൊരു ഫോട്ടോ പോലും ഇല്ല ചേച്ചി. ഫോട്ടോ ഇല്ലേ? രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ലേ? എടുത്തിട്ടുണ്ട്, പക്ഷേ അത് അയാളുടെ ഫോണിലാ. എൻ്റെ അടുത്ത് ഫോട്ടോസ് ഒന്നും ഇല്ല. ബിയർഡ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ കോൾ എങ്കിലും ചെയ്യുമോ ഒന്ന് കാണാലോ. ചേച്ചി, അദ്ദേഹം ബിസിയാണെന്ന് തോന്നുന്നുണ്ട്. വീഡിയോ കോൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഓക്കെ, തിരിച്ചു വിളിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചേച്ചി, ചേട്ടനോട് ഇപ്പൊ ശരിക്കും വല്ലാത്ത ദേഷ്യമായിരിക്കും അല്ലേ? ചേട്ടനോട് ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും പറയണമെന്ന് വിചാരിച്ചതാ. പക്ഷേ അഞ്ജു, നീ നിന്റെ ചേട്ടന്റെ കാര്യം എനിക്ക് വിട്ടേക്ക്. നിന്നെ അവന് ഭയങ്കര ഇഷ്ടമാ മോളെ. നീ എന്ന് വെച്ച ജീവൻ അവന്. അതുകൊണ്ടല്ലേ അവൻ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നേ. അറിയാം ചേച്ചി, എന്നാലും എനിക്ക് എന്തോ ഒരു വിഷമം പോലെ, പ്രയാസം തോന്നുന്നു. ചേട്ടന്റെ സ്നേഹവും വിശ്വാസവും എല്ലാം ഞാൻ നഷ്ടപ്പെടുത്തുമെന്നൊരു പേടി തോന്നുന്നുണ്ട് എനിക്ക്. അഞ്ജു, എന്തിനാ നീ ഇങ്ങനെയൊക്കെ കരുതുന്നേ? അവൻ നല്ലവനാണെന്നുള്ള വിശ്വാസം നിനക്കുണ്ടല്ലോ. ഉണ്ട് ചേച്ചി. എന്നാ പിന്നെ ഒന്നും ആലോചിക്കണ്ട. നിന്റെ ചേട്ടനെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. ഞങ്ങൾ എല്ലാരും നിന്റെ കൂടെ ഉണ്ട് മോളെ. നമ്മളൊരു ഫാമിലിയാ. ഫാമിലിയിൽ ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ കൈവിടുന്ന പ്രശ്നമേ ഇല്ല.